ശേഷം കലക്ടർ എടുത്ത ആ മുൻകരുതലിന് ശേഷം വേണ്ടുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ എന്താണോ നിയമ നടപടികളിലേക്ക് വേണ്ടത് എന്നീ കാര്യങ്ങൾ അവിടുത്തെ ഈ സംഘാടകർ ചെയ്തു. എത്ര ഫോഴ്സിനെ വേണം, പോലീസിനെ വേണം, അതുപോലെ എന്തൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ അവിടെ നടപ്പിലാക്കണം എന്നീ കാര്യങ്ങൾ കളക്ടറുമായി ചർച്ച ചെയ്തു. അവിടെ വേണ്ട രീതിയിലുള്ള എത്ര നമ്മുടെ സേവാധാരികൾ വേണം, സേവാസമിതി RSSന്റെ സേവാഭാരതി ടീമുകൾ എത്ര പേരുണ്ട്, എത്ര പേർക്ക് ഭക്ഷണം കൊടുക്കണം എന്നീ കാര്യങ്ങൾ അവിടെ സെറ്റ് ചെയ്തു. അവരുടെ വേണ്ട രീതിയിലുള്ള ആളുകളുമായിട്ട് ചർച്ച ചെയ്തു. യാതൊരുവിധ കേസോ കൂട്ടോ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാലും വളരെ ഭംഗിയായിട്ട് അവർ തീരുമാനിച്ച സമയത്ത് തന്നെ വളരെ കുറച്ച് ഘട്ടം ഘട്ടമായി ഈ നേരിട്ട് കടത്തി വിടുന്നതും ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ടും ആംബുലൻസ്, ഫയർഫോഴ്സ് എന്നീ സംവിധാനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊണ്ട് വളരെ ഗംഭീരമായി നടത്തിയ ഒരു മഹോത്സവം തന്നെയായിരുന്നു കേരള കുംഭമേള എന്ന് ഞാൻ പേരിട്ടിട്ട് ഉണ്ടായിട്ടുള്ള, അതായത് കേരള കുംഭമേള എന്ന പേരിലും അതുപോലെ തന്നെ മഹോത്സവം എന്ന പേരിലും നമ്മുടെ പ്രപഞ്ചത്തിലെ, ഭൂമിയിലെ, കേരളത്തില് തിരുനാവായല്, അങ്ങനെ ഞാൻ പറയുള്ളൂ. ഒരു കാരണവശാലും ഇത് വേറെ ആരുടെ അല്ല, മലപ്പുറംകാരൻ്റെ മാത്രമല്ല, തിരുവനന്തപുരംകാരൻ്റെ മാത്രമല്ല, കണ്ണൂർക്കാരൻ്റെ മാത്രമല്ല, എല്ലാവരുടെയും പ്രപഞ്ചത്തിലെ ഓരോരുത്തർക്കും വേണ്ടി, ഓരോ അണുവിനും വേണ്ടി നടത്തിയ മഹായാഗം തന്നെയായിരുന്നു അവിടെ നടന്നിരുന്നത്. അതിനുവേണ്ടി ഞാനൊരു തവണ പറഞ്ഞിട്ടുണ്ട്, എന്നെ കൊണ്ടാവുന്നത്, ഞാൻ അവിടെ പോയി കണ്ട സമയത്ത് എന്നെ കൊണ്ടാവുന്നത്, ഞാൻ പഠിച്ച പണി, എനിക്കറിയാവുന്ന ആത്മീയമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അത് ഞാൻ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ